കാര്യപരിപാടികളിലേക്ക് കടക്കുമ്പോൾ ആദ്യത്തെ ഐറ്റം രാഷ്ട്രീയ വിദ്യാഭ്യാസമാണ്. പൊളിമിക്സ് അല്ല, അത് നല്ല നിലയിൽ നടത്തി പരിചയമുള്ളവരാണ് അത് നടത്തുന്നത്. അടിസ്ഥാന വിദ്യാഭ്യാസം വലതുപക്ഷം ഇടതുപക്ഷത്തിനെതിരെ ഉപയോഗിക്കാറുള്ള ആയുധങ്ങളെക്കുറിച്ചാണ്. അതുകൊണ്ട് ശ്രദ്ധയോടെ കേൾക്കണം. വലതുപക്ഷത്തിന് നേരത്തെ മുതൽക്കേ ഇടതുപക്ഷത്തെ എങ്ങനെയെങ്കിലും ഇല്ലായ്മ ചെയ്യണം. അതിന് നേരിൻ്റേതല്ലാത്ത മാർഗങ്ങൾ പലതും കേരളത്തിലെ വലതുപക്ഷം സ്വീകരിക്കാറുണ്ട്. ഇതിന് സ്വാഭാവികമായും വലതുപക്ഷം ഉപയോഗിക്കുക അവർക്ക് പിന്തുണ നൽകാൻ തയ്യാറാകുന്ന മാധ്യമങ്ങളെയാണ്. അതെവിടെയും അങ്ങനെയാണ്. ഇപ്പൊ സാമ്രാജ്യത്വം, അമേരിക്കൻ സാമ്രാജ്യത്വം ഇറാഖിനെ ആക്രമിക്കാൻ പുറപ്പെട്ടപ്പോൾ ഇറാഖിന്റെ കയ്യിലുള്ള രാസായുധങ്ങൾ നമ്മളെ ഒഞ്ചിയത്ത് വന്ന് വീടുപോകുമോ എന്ന് ചിന്തിക്കുന്ന അവസ്ഥയിലേക്ക് നമ്മുടെ മാധ്യമങ്ങൾ എത്തിച്ചിരുന്നു. കാരണം അവരെ കയ്യിൽ അത്രത്തോളം മാധ്യമമാണ്. ലോകത്തിന്റെ ഏത് ഭാഗത്തും ഈ ആയുധം വന്ന് വീണേക്കാം, പിന്നെ നമ്മളെല്ലാവരെയും കഥ കഴിഞ്ഞു തന്നെ എന്ന് ചിന്തിക്കത്തക്ക അവസ്ഥയിലായിരുന്നു പ്രചരണം. എല്ലാം കഴിഞ്ഞു. ആ രാജ്യമാകെ തകർത്തു. ആ രാജ്യമെന്ന് പറയുന്നത് ഒരു സെക്കുലർ രാഷ്ട്രമായിരുന്നു, നമ്മൾ ഓർക്കണം. ആ സെക്കുലർ രാഷ്ട്രത്തെ തകർത്തു. ഈ ലോകത്തിന്റെ ഉന്നതമായ സാംസ്കാരിക ഒരുപാട് അവശിഷ്ടങ്ങൾ നിലനിൽക്കുന്ന ഒരു രാജ്യമാണത്. അതെല്ലാം തകർത്തു. എല്ലാം കഴിഞ്ഞപ്പോൾ അമേരിക്ക പറഞ്ഞു തെറ്റിപ്പോയി, അവരെ കയ്യിൽ ഒരായുധവും ഉണ്ടായിരുന്നില്ല. ഇതാണ് പ്രചരണത്തിന്റെ ഒരു രീതി. സാമ്രാജ്യത്വം, അമേരിക്കൻ സാമ്രാജ്യത്വം ഇപ്പോൾ ഉത്തര കൊറിയക്കെതിരെ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റൊന്നല്ല. സാമ്രാജ്യത്തിന്റെ കയ്യിലാണ് 90% മാധ്യമങ്ങളും. അവർ മുഴുവൻ ഈ പ്രചരണം കൊമ്പുകോർത്തൽ നടത്തുകയും. ഇടതുപക്ഷത്തിനെതിരായ പോരാട്ടത്തിന് വലതുപക്ഷത്തിന്റെ കയ്യിൽ ഈ 90%-നേക്കാളും കൂടുതലുണ്ടോ എന്ന് മാത്രമേ നോക്കേണ്ടതുള്ളൂ. അത്രയധികം മാധ്യമങ്ങളെ സന്നാഹമാക്കി നിർത്തിയിരിക്കുകയാണ്. ഈ സന്നാഹമാക്കി നിർത്തിയവര് ഇടതുപക്ഷത്തിനെതിരെയുള്ള ശക്തമായ പ്രചരണമാണ് അഴിച്ചുവിട്ടത്. അത് എളുപ്പത്തിൽ മനസ്സിലാവണമെങ്കിൽ മണിയാശാൻ ക്ലാസ് എടുക്കണം. വലതുപക്ഷ മാധ്യമങ്ങൾ മൂന്നാറിൽ പോയി എടുത്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് നേരിട്ടറിയുന്ന ആളാണല്ലോ അദ്ദേഹം. ചാനലുകൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾക്ക് നേരിട്ടറിയാവുന്ന ഇതൊക്കെ ചാനലുകാരെ എറണാകുളത്തൊന്നും കോട്ടയത്തൊന്നും കോഴിക്കോട്ടൊന്നും വരുന്നവർ വേണ്ടേ അവിടുത്തെ ഭൂമിയെ പറ്റിയും കാര്യങ്ങളെ പറ്റി പഠിപ്പിക്കാൻ ഞങ്ങളെ? അത് അവരുടെ ശുപാർശയൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങളിതെല്ലാം കണ്ടോണ്ടിരിക്കുന്നതാണ്. എന്നിട്ടോ അവിടെ ഒരു വലിയ കയ്യേറ്റക്കാരന്റെ ഭൂമിയിലാണ് കുരിശെന്നാണ് വരുത്താൻ നോക്കുക. ചുമ്മാ ജൽപ്പനമാണ്. അതിനോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. അത് ഏതാനും തൊഴിലാളികളുടെ കയ്യിലാണ് ആ ഭൂമി. അവര് പട്ടയത്തിന് വേണ്ടി കാലങ്ങളായി അപേക്ഷ വെച്ചു, കാപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. 4 വീടുണ്ടായിരുന്നു. പഞ്ചായത്തിന്റെ നമ്പരും ഉണ്ട്, ഓണർഷിപ്പിന്റെ സർട്ടിഫിക്കറ്റും ഉണ്ട്. ആ കുരിശ്, ആ കയ്യേറ്റ കുരിശ്, അതിനെക്കുറിച്ച് പറയാൻ നിന്നാൽ കുഴയും, ആകെ കുഴയും. എന്തുകൊണ്ടെന്നാൽ അതങ്ങ് പറഞ്ഞു തുടങ്ങിയാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ വലതു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും വലതുപക്ഷത്തേക്ക് ചേരും. ആ കുരിശ് ക്രിസ്തുവിനോടൊപ്പം ഉണ്ടായിരുന്ന കള്ളന്റെ കുരിശാണ്. അതിന് ത്യാഗത്തിന്റെ കുരിശാണ് എന്ന് തെറ്റിദ്ധരിച്ച് വർത്തമാനം പറയുന്നത് ശരിയല്ല. അത് കയ്യേറ്റത്തിന്റെ കുരിശാണ്.
ആ കയ്യേറ്റത്തിന്റെ കുരിശിനെ ഉപയോഗിച്ചാണ് സർക്കാരിന്റെ ഭൂമി വെട്ടിപ്പിടിക്കാൻ പലരും ശ്രമിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, കുരിശെന്നാ മേടിച്ചു അതവിടെ ഇരുന്നിട്ട് ഇനി ഭൂമി ഏറ്റെടുക്കാൻ പോരായിരുന്നോ? അത് പൊളിക്കണമെന്ന് പറഞ്ഞ ആരാ? RSSകാരാണ്. RSSകാര് അവിടെ പത്രത്തിലെഴുതി, അവർ പരാതിപ്പെട്ടു. അത് കേട്ടപ്പെടുത്തതിനും വലിയ നീതിബോധം ഉണ്ടായി. എന്തുകൊണ്ട്? അതൊരു പ്രത്യേക സൈസ് സൂക്കേടാ. അതിന്റെ പേര് ഹിന്ദു വർഗീയത എന്ന് പറയും. അതാണ്. അതുകൊണ്ട് ആ കുരിശ് പൊളിച്ച രീതിയോടൊന്നും ഞങ്ങൾക്ക് യോജിപ്പില്ല. ഞങ്ങളത് നാടുകാരോട് പറയും. ഇതിന്റെ ഒന്നും ഉത്തരവാദിത്വം പേരാന ബാധ്യത ഞങ്ങൾക്കില്ല. അതുതന്നെ ചെയ്തോരേറ്റവും അന്ന് രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ ഒരു മതമേലധ്യക്ഷനും ഒരു വക്താവും ഇതിനെതിരെ പ്രതിഷേധിച്ചിട്ടില്ല. അതിനുശേഷമാണ് ചില ശബ്ദങ്ങൾ ഉണ്ടായത്. ആ ശബ്ദങ്ങൾ ഇത്തരമൊരു ധീരമായ നടപടി സ്വീകരിക്കുമ്പോൾ അതിൽ പിശകുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുക എന്ന ഒരു സമീപനമെടുക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്. സഭയുടെ ആളുകളൊക്കെ പറഞ്ഞതാ, അവര് കഥയേറിയാൽ ആട്ടം കണ്ടെന്നോർത്ത് ഭൂമി ഏറ്റെടുക്കാനോ ഗുരുതരക്കാനും നെച്ചെടുത്തെന്ന് വെച്ചാൽ പോരെ. അവിടെ പള്ളിയൊന്നും ഇല്ലെന്ന്. ആണ്ട് 2 പ്രാവശ്യം ദുഃഖ വെള്ളിയാഴ്ചയും വേറൊരു വെള്ളിയാഴ്ചയും അവിടെ പോകുമ്പോൾ ജാഥയായി അവിടെ പോയി പ്രാർത്ഥിക്കും, തിരിച്ചു പോരും. അനവധി വർഷമായി നടക്കുന്നതാണ്. മനസ്സിലായില്ലേ? ഇതെന്നാ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന കേരള സംസ്ഥാനത്ത് ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തിന്റെ പ്രതീകമായ കുരിശ് അയോധ്യയിലെ കണ്ട് പള്ളി പൊളിച്ചതുപോലെ ഇങ്ങനെ ഹിറ്റാച്ച് ഉപയോഗിച്ച് പൊളിച്ച് ഇങ്ങനെ പൊക്കി കാണിക്കുന്ന വാർത്ത ലോകത്ത് മുഴുവൻ വരുമ്പോ ഞങ്ങൾക്ക് ഇച്ചിരി ഛേദമുണ്ട് അതേക്കാൻ. അതാ ബാബറി മസ്ജിദിന്റെ പ്രശ്നവും പാപ്പാത്തിച്ചുലയിലെ കുരിശും തമ്മിലുള്ള ബന്ധം ഒരുപോലെയാണ് എന്നാരോപിക്കാൻ ശ്രമിക്കുന്നവർ അറിഞ്ഞോ അറിയാതെയോ സഹായിക്കുന്നത് RSSനെയാണ്, BJPയെയാണ്. ചെയ്തോരേറ്റവും അവരേറ്റാ മതി. ഞങ്ങൾ ഈ അബദ്ധമൊന്നും ചെയ്തിട്ടില്ല, ഞങ്ങളേക്കേണ്ട കാര്യവുമില്ല. ഈ കാര്യത്തെ പറ്റിയൊക്കെ പറയുമ്പോ എന്താണെന്നറിയോ, MM മണിക്ക് അവിടെ ഏതാണ്ടാണ്. MM മണിക്ക് വല്ലതും ഉണ്ടെങ്കിൽ കൊണ്ടുപോകാൻ പത്രം ഞാൻ എഴുതിയെന്ന് തന്നേക്കാം. എനിക്ക് 42 സെന്റ് സ്ഥലവും അതിനകത്തൊരു വീടും 5 കുഞ്ഞുങ്ങളും. മനസ്സിലായില്ലേ? പിന്നെ പാർട്ടി ഓഫീസുകളുടെ എന്റെ പേരുണ്ട്, ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോ. അതൊഴികെ പത്രം കൊണ്ട് വാ, ചാനലുകാർക്ക് വേണോ വാ, കൊടുക്കാമെന്ന് എഴുതി ഞാൻ കൊടുക്കാം, രജിസ്റ്റർ ചെയ്തെടുത്തു. കാശൊക്കെ നിങ്ങൾ മുടക്കിട്ടോ. കാശ് എന്നാ ഒരുമാതിരി എന്നറിയോ, ഈ ആളെ ഇരുത്തുന്ന ഒരുമാതിരി പടിയാണ്. അതൊന്നും ഞങ്ങളുടെ അടുത്ത് വേണ്ട. സ്വകാര്യ സ്വത്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടും രജിസ്റ്റർ ചെയ്ത് വാങ്ങാൻ കാശില്ലാത്തത് കൊണ്ടും തൽക്കാലം ആശാന്റെ വാഗ്ദാനത്തിൽ വീഴുന്നില്ല. ഒരിടവേളയിലേക്ക് ചാടുകയാണ്.